ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന നിയമമൊക്കെ എനിക്ക് എല്ലാത്തിനും മറുപടി തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വിശുദ്ധ കുർബാനയിലൊക്കെ നിയോഗം വെച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ധ്യാനങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷത്തിൻ്റെ വലിയൊരു മുന്നോട്ടത്തിന് നിങ്ങളെല്ലാവരെയും കർത്താവ് പങ്കാളികളാക്കിയിരിക്കുക. ഈശോയ്ക്ക് വലിയ മഹത്വം കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ, കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. തുടർന്ന് വചനം പഠിപ്പിക്കുകയാണ്: നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പസ്തോലന്മാർ കർത്താവിനെ കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രഘോഷിച്ച് കഴിഞ്ഞാൽ ആ പ്രഘോഷണം കേട്ട് വിജാതി എന്നെ സംബന്ധിച്ചു. വിജാതിരി ഈ വചനത്തെ പ്രതി, കർത്താവിനെ അറിയത്തില്ലാത്തൊരു വചനത്തെ പ്രകീർത്തിച്ചു. എന്തൊരു ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് വാക്ക് നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുക. എന്താ കാരണം? നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് നിയോഗമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ തോന്നുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് കുർബാന അർപ്പിക്കാൻ തോന്നുന്നത്? എന്തുകൊണ്ടാണ് വചനം വായിക്കാൻ തോന്നുന്നത്? എന്തുകൊണ്ടാണ് കൊന്തയെല്ലാം തോന്നുന്നത്? എന്തുകൊണ്ടാണ് പരസഹായം ചെയ്യാൻ തോന്നുന്നത്? നിങ്ങൾക്ക് നിത്യജീവന് നിയോഗം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അതിനകത്ത് സന്തോഷിക്കും, കർത്താവിന് നന്ദി പറയണം. ഈ വചനം കേൾക്കുമ്പോൾ ഇത് ഒരു എന്താ പറയുക, വലിയ കൃപയോടെ നിങ്ങൾ കേൾക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് നിത്യജീവനുള്ള നിയോഗമുണ്ട്. നിയോഗം വെളിയെന്ന് പറയുന്നില്ലേ, ആ നിയോഗം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അതിനെ ഓർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറയാം അല്ലേ. നമുക്ക് നിയോഗം കിട്ടി, നമുക്ക് നിത്യജീവൻ നിയോഗമുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എനിവേ, നമുക്ക് നിയോഗമുണ്ടല്ലോ. എൻ്റെ ഈശോയെ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും നിത്യജീവനുള്ള നിയോഗം ലഭിക്കട്ടെ കർത്താവ്. ഒരാൾ പോലും നഷ്ടപ്പെടാതെ സ്വർഗ്ഗത്തിൽ ഞാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈശോയെ, ഇവർ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളും അവിടുന്ന് ആശീർവാദം അയക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.